കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയോട് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ അറസ്റ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് പറയാനുള്ളത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ മാർച്ച് നടത്തുക അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാർച്ച് നടത്തുക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. അതിൽ ആ മാർച്ചിൽ സംഘർഷമുണ്ടായാൽ സംഘർഷം ഉണ്ടാകുന്നവരെയല്ല നേതൃത്വത്തിനെതിരെയാണ് കേസെടുക്കാറുള്ളതെന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ ആ കേസെടുത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തെരഞ്ഞുപിടിച്ച് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ 48 കേസുണ്ട് എന്ന് നമ്മളാരുമല്ല പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ആശ്രയ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നില്ല? എത്രയോ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ പേരിൽ എന്തുമാത്രം കേസുണ്ട്? ഈ സംഭവത്തിന്, ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ തവണ സെക്രട്ടറിയുടെ മുന്നിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പർട്ടിക്കുലറായിട്ട്? അപ്പോ ഇവിടെ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് തീർച്ചയായിട്ടും അവലോകിക്കേണ്ടത് തന്നെയാണ്. ഈ നവകേരള സദസ്സ് നടന്ന സമയത്ത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ഡിവൈഎഫ്ഐ ഏറ്റെടുത്തൊരു സാഹചര്യമടക്കം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉണ്ടായത് എന്നാണോ താങ്കൾ കരുതുന്നത്? ഞാൻ പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആ സമരത്തിന് നേതൃത്വം നൽകി എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട എത്രത്തോളം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരുടെ പേരിലും നിരവധി കേസുകളുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യട്ടെ. ആദ്യം അവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടില്ല. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാത്രം? അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് വ്യക്തിവിരോധം തീർക്കാനുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണ ശേഷി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒക്കെ സർക്കാരിനെ വല്ലാതെ ഭയപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായൊരു ഇടപെടൽ ആരുടെയൊക്കെയോ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണോ? പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പി ശശി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചു തരാം.